5 വർഷമായി പോലീസിനോ CBIക്കോ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ താൻ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയെന്ന വാദവുമായി കാണാതായ ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് രംഗത്ത്. നമുക്കറിയാം, പോലീസും CBIയും ഏറ്റവും വിപുലമായി അന്വേഷണം നടത്തിയ കേസാണ് ജസ്നയുടെ തിരോധാന കേസ്. 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് അയക്കുകയും ഒപ്പം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച കേസാണ് ജസ്ന തിരോധാനം. മാത്രമല്ല, ഇതുകൂടാതെ രാജ്യവ്യാപകമായ പരിശോധനകൾ, സൈബർ അന്വേഷണം. പക്ഷേ ഇതൊന്നും യാതൊരു ഗുണവും കേസിനുണ്ടാക്കിയില്ല. 5 വർഷങ്ങൾക്കപ്പുറവും ജസ്ന മരിയ ജെയിംസ് കാണാമറയത്താണ്. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന കേസിനാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. CBIക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത തെളിവുകൾ ഹാജരാക്കിയിരിക്കുകയാണ് ജസ്നയുടെ പിതാവായ ജെയിംസ് ജോസഫ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെയാണ് ജെയിംസ് ജോസഫ് തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് ജെയിംസ് തെളിവുകൾ കോടതിക്ക് നൽകിയത്. ഏതാനും ചിത്രങ്ങളടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. തെളിവുകൾ കോടതി പരിശോധിക്കുകയും ഒപ്പം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ തെളിവുകൾ മുമ്പ് CBI പരിശോധിച്ചിരുന്നോ എന്നറിയാൻ കേസ് ഡയറി ഹാജരാക്കാൻ CBIയോട് കോടതി ആവശ്യപ്പെട്ടു. തങ്ങൾ പരിശോധിക്കാത്ത എന്തെങ്കിലും തെളിവുകൾ ജോസഫ് ഹാജരാക്കിയ തെളിവുകളിൽ ഉണ്ടെങ്കിൽ തുടരന്വേഷണം നടത്താമെന്നാണ് CBIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ താരതമ്യം ചെയ്ത ശേഷമാകും കോടതി തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നത്. ജസ്ന തിരോധാന കേസ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കും. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് 5 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിന് എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും മരിച്ചോ എന്ന് വ്യക്തമല്ലെന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ CBI പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജെയിംസ് ജോസഫ് CBIക്കെതിരെ ആരോപണമുയർത്തി രംഗത്ത് വന്നിരുന്നു. ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്നും ഇതിന് തെളിവുണ്ടെന്നുമാണ് ജെയിംസ് ജോസഫ് അന്ന് വാദിച്ചത്. വസ്ത്രത്തിലെ രക്തക്കറ സംബന്ധിച്ചുള്ള കുടുംബത്തിന്റെ വാദം ജസ്ന തിരോധാന കേസ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചു. കാണാതാകുന്നതിന് തലേ ദിവസം ജസ്നയ്ക്ക് രക്തസ്രാവം ഉണ്ടായതായി കുടുംബം പോലീസിനും CBIക്കും മൊഴി നൽകിയിരുന്നു. ആർത്തവ പ്രശ്നങ്ങളാകാമെന്ന ധാരണയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. ജസ്ന വീട്ടിൽ നിന്ന് പോകുന്ന ദിവസവും രക്തസ്രാവം ഉണ്ടായി. വസ്ത്രം വീട്ടിൽ ഉപേക്ഷിച്ചാണ് ജസ്ന പോയതെന്ന് കുടുംബം പറയുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP ഈ വസ്ത്രം ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നു. എന്നാൽ CBIക്ക് ഈ വസ്ത്രത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നാണ് ജെയിംസ് ഉന്നയിച്ച ആരോപണം. അതേസമയം ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനും ഇപ്പോഴും തെളിവ് ലഭിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം വേണമെന്നാണ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യം. ജസ്നയുടെ സഹപാഠിയായ സുഹൃത്ത് തെറ്റുകാരനല്ലെന്നും മറ്റൊരു സുഹൃത്താണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇതിന്റെ തെളിവ് കോടതിക്ക് കൈമാറിയെന്നും അദ്ദേഹം അറിയിച്ചു. CBI കേസന്വേഷണം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമാന്തര അന്വേഷണം നടത്തിയത്. തുടർന്നാണ് പുതിയ തെളിവ് ഹാജരാക്കിയാൽ തുടരന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ചതെന്നും ജസ്നയുടെ പിതാവായ ജെയിംസ് ജോസഫ് പറയുന്നു.